ഹായ്, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഞാൻ ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു, ഇവിടെ ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിന്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോണത്. ലൈറ്റൊക്കെ കുറേശ്ശെ മങ്ങി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. ഇവിടെ ഒരു 5 മണി അല്ല, ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും വേഗം വീഡിയോ എടുത്ത് തീർക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കിൽ വീഡിയോയിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ വേഗം എടുത്ത് തീർക്കാനുള്ള പരിപാടിയിലാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വഴിക്ക് പോവാനുണ്ട്. പോയി വന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കുന്ന വീഡിയോ കൂടെ കാണിക്കാം. അപ്പൊ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൈമ റൈസൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ വന്ന അവസരത്തില്, ഞാനിപ്പോ ഫെബിലാണ് വന്നത് ഓസ്ട്രേലിയയിലേക്ക്. അപ്പൊ വന്ന അവസരത്തിൽ നമ്മളൊരു 1 kg ഒരു പാക്കറ്റ് കൈമ മേടിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി നോക്കുമ്പോൾ ഈ സാധനം കാണാനേ ഇല്ല. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല നാട്ടിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ വലിയ അരി വെച്ചിട്ടാണ് ഇത്രയും കാലം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലെ നെയ്ച്ചോറിന്റെയും ബിരിയാണിയുടെയും ആ ഒരു തനതായിട്ടുള്ള ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ കൈമ റൈസ് തന്നെ വേണം. ആ ചെറിയ റൈസ് കൊണ്ട് തന്നെ ഉണ്ടാക്കണം. അതിന് നല്ല ഫ്ലേവർ ഉണ്ട്. പക്ഷെ നമുക്കിത് കിട്ടാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം റീസെന്റ് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ ഈ കൈമ റൈസ് അവിടെ ഇരിക്കുന്ന കണ്ടു. ഒരു 5 kg ഒരു വലിയ പാക്ക് $33 കൊടുത്തിട്ടാണ് നമ്മളത് വാങ്ങിയത്. $33 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 1700 രൂപയുടെ അടുത്ത് വരും. നമ്മൾ ഏതാണ്ട് സ്വർണ്ണക്കട്ടി താങ്ങി പിടിച്ചെടുത്തുകൊണ്ടിരുന്ന പോലെയാണ് ഈ സാധനം ഇവിടെ നിന്ന് എടുത്തുകൊടുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ ഞാനൊരു 3 ഗ്ലാസ് അരി കഴുകാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൈമ അരി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് കുറേ കാലം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് എത്ര വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. കാരണം അവർ നമ്മളുടെ ഈ അളവിൻ്റെ ഗ്ലാസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പറഞ്ഞു തരാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ കൂടിയാലും വേണ്ടില്ല, കുറേ ഉണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരു 3 ഗ്ലാസ് എടുത്തു. കാരണം അത്രയും കൊതി പിടിച്ചിട്ടാണ് ഞങ്ങൾ 2 പേരും ഇരിക്കേണ്ടായിരുന്നത്. നെയ്ച്ചോറ് വെച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നല്ലോ ഈ അരി വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതൊക്കെ ആലോചിച്ച് ഇതൊന്ന് ആയി കിട്ടിയിട്ട് വേണം നല്ലൊരു അമുക്കാനുള്ളൊരു ചിന്തയിലാണ് ഞാനും കണ്ണേട്ടനും ഇരിക്കേണ്ടായിരുന്നത്. പൊതുവേ ഈ വീക്ക് ഡേയ്സിലൊക്കെ നമ്മുടെ ഫുഡ് ഭയങ്കര ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ്സ് വരുമ്പോൾ എന്തെങ്കിലും വായ്ക്ക് രുചിയായിട്ട് കഴിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്നതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നാറേ ഇല്ല. മാത്രമല്ല, കുക്കിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് വേറൊരാളിരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് ഹരം കൊള്ളുന്ന ഒരു പ്രത്യേക തരം സൈക്കോയാണ് ഞാൻ. അരിയൊക്കെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ഞാനത് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗീ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പകുതി സവാള, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് ഇത്രയും നന്നാക്കി എടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റ് പോലെ മിക്സിയിൽ അരച്ചെടുക്കണം. ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞെന്ന റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വേറെ രീതിക്കാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസിപ്പി എന്നായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസിലേക്ക് ഇടാനുള്ള പട്ട, പിന്നെ ആ സ്റ്റാർ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. പിന്നെ ആ ഗ്രാമ്പു, ഏലക്കായ, പിന്നെ സാജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, ഇത്രയും ഞാൻ എടുത്ത് മാറ്റി തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നെയ്യ് ചൂടാകുമ്പോൾ ഇത് തപ്പാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ ആ പാത്രം എല്ലാം കൂടെ നല്ലൊരു പുകച്ചിൽ അങ്ങോട്ട് പുകയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ സ്പൈസസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഈ സ്പൈസസ് എല്ലാം ഇട്ടു. നമ്മളുടെ സവാള ഇട്ടു. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചതും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഒരു 30 മിനിറ്റ്സ് ആണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ അരിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസ് നന്നായിട്ട് വിട്ട് വരും. പിന്നെ റൈസ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് സാലഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ക്യാരറ്റും സവാളയും കുക്കുംബറും അരിഞ്ഞെടുത്തിട്ടുണ്ട്. റൈസ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അത് ആവിയിൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിടന്ന് ഒന്നും കൂടെ വെന്തോളും. നമ്മളിന് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പം നമ്മളിതാ സാലഡിന് അരിഞ്ഞ വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് യോഗേർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡ് അവിടെ റെഡിയായി. റൈസും കുറച്ച് നേരം അടച്ചു വെച്ചപ്പോൾ റൈസും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു.
നെയ്ച്ചോറിന്റെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചപ്പോൾ തൊട്ട് കണ്ണേട്ടൻ അവിടെ ഇരുന്ന് ഫുഡ് എന്ന് പറഞ്ഞ് ഓളിടുന്നുണ്ടായിരുന്നു കേട്ടോ. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ സൺഫ്ലവർ ഓയിലും ഗീയും ഒക്കെ ഒഴിച്ച് സ്പൈസസ് ഇടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാഷ്യൂം കുറച്ച് കിസ്മിസും കുറച്ച് സവാളയും കൂടെ വറുത്ത് കോരി മാറ്റി വെക്കണം, ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇവിടെ കിസ്മിസ് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇടണ്ടിരുന്നത്. മാത്രമല്ല ഈ സവാള വറുത്ത എണ്ണയിൽ ഗീ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് ഗീ റൈസ് ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കഴിക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ? കണ്ണേട്ടാ, ഓ, എന്തൊക്കെയാണ് കഴിക്കാൻ? നെയ്ച്ചോറുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്. അച്ചാറിൽ കുറച്ചുള്ളൂ. കഴിച്ചു നോക്കൂ, എടുക്കൂ, കഴിക്കൂ. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ഒക്കെ കാണട്ടെ ഗൈസ്. പീസ് എടുക്കണില്ലേ? ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി ആണോ? അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എല്ലാരും പോയിട്ട് ചാനലിൽ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.